ഹായ് ഗൈസ്, വെൽക്കം ടു എ പുതിയ ദിവസം. രാവിലെ എണീക്കുന്നു, കുളിക്കുന്നു, മാറ്റുന്നു, എങ്ങട്ടേലും പോകുന്നു. പക്ഷെ ഇന്ന് എങ്ങട്ടേലല്ല, എന്റെ ദീദിന്റെ പാസ്പോർട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്നിട്ട് പാസ്പോർട്ട് ഓഫീസ് എത്തിയപ്പോൾ അവിടെ ആണെങ്കിൽ മുടിഞ്ഞ വെയിലും ഒടുക്കത്തതായിരിക്കും. ഞാൻ അവിടെ കുറച്ച് നട്ടം എനിക്ക് ആകെ ബോറടിച്ചു. തൊട്ടപ്പുറത്തിന്റെ കസിൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഓനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയി. ബൈ ദ വേ, ഇതാണ് എന്റെ കസിൻ ഫറാസ് ദക്ക്. സോനു ഒന്ന് വിളിക്കും. ഓനെ കണ്ട് രണ്ട് വർത്തമാനം പറഞ്ഞപ്പോൾ ദീദി അവിടെ നിന്ന് വിളിച്ചു. ഓളെ പരിപാടി കഴിഞ്ഞാൽ ഓനക്ക് പിന്നെ ഷേക്കാനെടുത്ത് ദീദിനെ എടുക്കാൻ വേണ്ടി അങ്ങനെ തന്നെ പോയി. പോണ വൈക്കിലാണ് ഞാൻ LKG UKG പഠിച്ചിട്ട് നഴ്സറി സ്കൂളിൽ കണ്ടപ്പോൾ എനിക്ക് ആകെ നെസ്റ്റ്. അപ്പൊ സ്കൂളിൽ ഒന്ന് കയറിയിട്ട് പോകാൻ വിചാരിച്ചു. എന്റെ മോനെ നിങ്ങൾ ഈ കാണുന്ന ചെറിയ റോട്ടിൽ കൂടെ എത്ര നൊളോളിച്ചും ചേറി പൊളിച്ചുകൊണ്ട് ഞാൻ എന്റെ ക്ലാസ്സിൽ പോയിന് നിങ്ങൾക്ക് അതൊക്കെ ഒരു കാലം. നിങ്ങൾ ആ കാണുന്ന പറമ്പാണ്. ഒരു ദിവസം പാത്രം കഴിക്കാൻ എന്റെ കറിപ്പാത്ര ആ പറമ്പക്ക് പോയത്. എന്നിട്ട് ഉമ്മാനെ തൊള്ളിൽ നിന്ന് കേൾക്കാൻ ബാക്കിയൊന്നുമില്ലേ. അപ്പൊ ഇതാണ് ഞാൻ LKG UKG പഠിച്ച നഴ്സറി സ്കൂൾ, സെന്റ് ജോസഫ് സ്കൂൾ. ഈ കാണുന്ന കളിച്ചിരുന്ന സാധനങ്ങളും പിന്നെ ഈ കളിച്ചിരുന്ന സാധനങ്ങൾക്ക് അടിച്ച പെയിന്റിന്റെ കളർ പോലും മാറ്റിയിട്ടില്ല. അങ്ങനെ നഴ്സറി സ്കൂളും കണ്ടുകൊണ്ട് മനസ്സിൽ മറ്റേ പാട്ടും പാടിക്കണം ഞാൻ പോകുന്നു. ഏത് പാട്ട്? മാണിക്യ ചിറകുള്ള ഭാരത്തുകൂറിയുള്ള വായാടി പക്ഷിക്കൂട്ടം വന്നുപോയി. എന്നിട്ട് ദീദിന്റെ വീട്ടിലിറങ്ങി ഞാൻ കാറെടുത്ത് പോകുമ്പോൾ ലാലേട്ടന്റെ ഈ പോസ്റ്റ് കണ്ടത് 21 വയസ്സ് ലൈഫ് സെറ്റ് തേങ്ങന്റെ മൂടാണ്. ഇവിടെ 22 മാപ്പിട്ട് നോക്കിക്കാണ് മനസ്സം. അങ്ങനെ കാറ് പാർക്ക് ചെയ്ത് ലോറി സ്കെച്ചാൻ വേണ്ടി പള്ളി പോയി. പള്ളിന്റെ മേലെ കയറിയപ്പോൾ കടലമ്മ കൊണ്ടിട്ട് ഓരോരുത്തർ ഓരോ സൈഡിൽ കരക്കടിഞ്ഞ് കിടക്കണ്. അഭിലാഷേ, ഇതാരാ? സൂക്ഷിച്ച് നോക്കണ്ടടാ ഉണ്ണി, ഇത് ഞാനല്ല. എന്റെ മാനേജർ ഷിബിലൊക്കെ ഉണ്ട്, ബീച്ചിൽ കിടക്കണ പള്ളിക്ക് കിടക്കണ്. ഇതൊക്കെ ഓരോരുത്തർ പള്ളിയൊക്കെ തലക്കണി വരെ കൊടുന്ന് വെച്ചിരിക്കണ്. എത്തല്ലേ? ഞാൻ പിന്നെ നല്ല മോനായതുകൊണ്ട് ഇതൊന്നും മൈൻഡ് ആക്കാതെ വേഗം നിസ്കരിച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് കരക്കടഞ്ഞ മത്സ്യകന്യകനെ ഒന്ന് വിളിച്ചു നോക്കാം. രതീഷ്, 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 ഞാനല്ലേ വിളിക്കുന്നത്? ഇങ്ങനെ അവിടെ തുടങ്ങാമോ? രതീഷ്, പൊന്നു ചങ്ങയെ മതി ഉറങ്ങിയത് ഇതൊന്ന് നീച്ചു വരുമോ? ഞങ്ങളൊന്ന് പള്ളിന്റെ പുറത്തിറങ്ങിയപ്പോ തന്നെ അന്തരീക്ഷത്തിന്റെ മട്ടും ഭാവവും മാറുന്ന കാണുന്നില്ലേ? കുറച്ചേരം കൂടെ നിന്നപ്പോ പോലാട്ട് മഴ പെയ്ത് നല്ല രസമായിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ പിന്നെ അവിടുന്ന് നേരെ ഇറങ്ങി ഓടി ഷിബിലിന്റെ ഫാർമസി പോയിരുന്നു. അപ്പൊ തന്നെ നമ്മൾ +2 പഠിച്ച് ചങ്ങായി ഷെഹ നമ്മളെ കാണാൻ വേണ്ടി വരുന്നത്. ഇവൻ ആളൊരു മണ്ണനാണെങ്കിലും സ്നേഹമുള്ളവനാ. ഇവൻ തന്നെ തുടമലൊക്കെ അടിക്കണ്. മോൻ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് വരുമോ മോൻ ബാ. അതും കഴിഞ്ഞ് ഞാൻ മഴത്ത് നേരെ വീട്ടിൽ പോയി. കാരണം എന്റെ ദീദിന്ന് പോകണം, ഓളെ ലീവ് കഴിഞ്ഞിരിക്കണ്. എന്നിട്ട് ഓലെ വീട്ടിൽ പോയി പിക്ക് ചെയ്ത് ദീദിന്റെ ചെറിയ മോക്ക് ഉമ്മയും കൊടുത്ത് പറഞ്ഞേച്ച് ഒരു പോകുമ്പോ ഒരു സങ്കടാടാ. ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോ ആകെ ഒരു ശൂന്യ. ദീദി മക്കളും പോയി എങ്ങനെ ആകെ ശൂന്യ മൂകതന്നെ വീട്ടില്. അടുക്കളയിൽ ചെന്നപ്പോ നമ്മളെ മഞ്ഞവത്തേക്കും ചോപ്പത്തേക്കും റെഡി ആയിരിക്കുന്നുണ്ട് അവിടെ. ഈ കുക്കറിൽ എന്താ ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ലേ? സോറി, കുക്കർ മാറിപ്പോയി. കുറുമക്കറി, ചിക്കൻ കുറുമക്കറി. ഒരു പ്ലേറ്റ് നിറച്ച് പൊക്കവടയും തരിക്കഞ്ഞിണ്ട്. മച്ചാൻ അത് പോരളിയാ. ബാങ്കൊടുത്ത് നോമ്പറന്ന് മഞ്ഞവത്തക്കന്ന് പൊക്കവടന്ന് പിന്നെ എന്റെ മണ്ടയ്ക്ക് സൂപ്പർ വെള്ളപ്പും ചിക്കൻ കുറുമക്കറിയും കഴിച്ച് മേലെ പോയി നല്ല മോനായിട്ട് മാരി ബിസ്കരിച്ച്. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. എന്താ ചെയ്യാ? എല്ലാവരും ദുആ ചെയ്യാ, ഫോളോ ചെയ്യാ.